കഥയാരംഭിക്കുന്നത് ബാഴ്സലോണ നഗരത്തിലാണ്. അന്നൊരു രാത്രിയായിരുന്നു. മാക്സിമോ എന്നു പേരുള്ള ഒരു വ്യക്തി തന്റെ മകൻ ആൻഡറിനെ കോൾ ചെയ്തു. മാക്സിമോ ഒരു ഗ്യാങ്സ്റ്ററും ഒരു ഹിറ്റ്മാനുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ജോലി കഴിഞ്ഞാൽ ആ നഗരം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകുവാൻ മാക്സിമോ തീരുമാനിച്ചിരുന്നു. മകൻ ആൻഡറോട് നീ തയ്യാറായി കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിരുന്നു മാക്സിമോ വിളിച്ചത്. താൻ തയ്യാറായിരിക്കുകയാണ് എന്ന് ആൻഡർ മറുപടി പറഞ്ഞു. ആൻഡറെ നോക്കുവാൻ ആൻഡറുടെ പക്കൽ ഒരു നാനിയും ഉണ്ടായിരുന്നു. യാത്രയ്ക്കൊടുവിൽ മാക്സിമോ കൊളംബിയയിലുള്ള ഒരു മയക്കുമരുന്ന് നിർമ്മാണ സ്ഥാപനത്തിന് മുമ്പിലെത്തുകയാണ്. മാക്സിമോയുടെ കൂട്ടത്തിൽ മാക്സിമോയുടെ സ്റ്റെപ്പ് ബ്രദർ ലുസേറോയും കൂട്ടുകാരൻ റഫയും ഉണ്ടായിരുന്നു. റഫയും മാക്സിമോയും കാറിൽ വെയിറ്റ് ചെയ്തു. ലുസേറോ ആ മയക്കുമരുന്ന് നിർമ്മാണശാലയുടെ അകത്തേക്ക് കയറിപ്പോയി. പോകുമ്പോൾ അയാളുടെ പക്കൽ ഒരു ബാഗുമുണ്ടായിരുന്നു. ആ ഫാക്ടറിയുടെ ഓണറും വലിയൊരു ക്രിമിനൽ നേതാവുമായ റോമിയോയെ മീറ്റ് ചെയ്യാനായിരുന്നു ലുസേറോയുടെ ആ വരവ്. എല്ലാ ക്രിമിനൽ സംഘങ്ങളും കൂടിച്ചേർന്ന് ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും തലപ്പത്തേക്ക് ലുസേറോയുടെ അച്ഛനാണ് മത്സരിക്കുന്നത്. റോമിയോ അതിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്യുവാൻ പണം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ലുസേറോയുടെ വരവ്. തന്റെ ഓഫർ ലുസേറോ പറഞ്ഞതും റോമിയോ ഒരു കണ്ടീഷൻ മുമ്പോട്ട് വെച്ചു. റോമിയോയുടെ മകന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻ ആ ഓർഗനൈസേഷനിൽ കൊടുക്കണം എന്നതായിരുന്നു അത്. ഇതേ സമയം മറുവശത്ത് ലുസേറോയുടെ സ്റ്റെപ്പ് സിസ്റ്റർ മരിയയും ലുസേറോയുടെ അച്ഛനും ഇലക്ഷൻ നടക്കുന്നിടത്തേക്കുള്ള യാത്രയിലായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ഓർഗനൈസേഷൻ ഇലക്ഷൻ ആരംഭിക്കും. ലുസേറോ കൊണ്ടുവന്ന ബാഗ് പണമായിരിക്കും എന്ന് ചിന്തിച്ച് റോമിയോ തുറന്നു നോക്കി. അതിനുള്ളിലുള്ള കാഴ്ച കണ്ട് റോമിയോ അലറി വിളിച്ചു പോയിരുന്നു. ആ ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നത് റോമിയോയുടെ മകന്റെ വെട്ടിയെടുക്കപ്പെട്ട തലയായിരുന്നു. അതോടെ റോമിയോയുടെ ആളുകളും ലുസേറോയുടെ ആളുകളും തമ്മിൽ ഒരു ഷൂട്ടൌട്ടും ഫൈറ്റും അരങ്ങേറുകയാണ്. റോമിയോയുടെ കുറച്ചാളുകളെ കൊന്ന ശേഷം ലുസേറോ പുറത്തുണ്ടായിരുന്ന റഫക്ക് കോൾ ചെയ്തു. മരിയയെ കോൾ ചെയ്യാനും റോമിയോ രക്ഷപ്പെട്ടെന്ന് പറയാനും ഇലക്ഷൻ ഒരു ട്രാപ്പാണ്, അങ്ങോട്ടേക്ക് പോവണ്ടെന്ന് അറിയിക്കാനും പറഞ്ഞു. ലുസേറോ പറഞ്ഞ പോലെ തന്നെ റഫ പ്രവർത്തിക്കുകയാണ്. പിന്നാലെ ലുസേറോ മാക്സിമോയെ വിളിച്ച് ആ ഫാക്ടറിയിലുണ്ടായിരുന്ന റോമിയോയുടെ ആളുകളെയും ഫാക്ടറി വർക്കേഴ്സിനെയും തന്നെ ഒന്നടങ്കം കൊന്നുതള്ളിയേക്കെന്ന് പറഞ്ഞു. നിരപരാധികളായ വർക്കേഴ്സിനെ അടക്കം ഏവരെയും കൊന്നുതള്ളുന്ന ലുസേറോയുടെ തീരുമാനത്തോട് മാക്സിമോക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ തന്റെ കുടുംബത്തോടും തന്റെ ഓർഗനൈസേഷനോടും മാക്സിമോ വലിയ തോതിൽ കടപ്പെട്ടവനും ലോയലുമാണ്. അതുകൊണ്ട് തന്നെ ലുസേറോ പറഞ്ഞത് മാക്സിമോ പ്രവർത്തിച്ചു. മാക്സിമോയുടെ അച്ഛൻ സ്വന്തം മകനെപ്പോലായിരുന്നു. വളർത്തുപുത്രനായിരുന്നിട്ടും മാക്സിമോയെ നോക്കിക്കണ്ടിരുന്നത്. തന്റെ അച്ഛൻ വൈകാതെ അങ്ങോട്ടേക്ക് വന്നു ചേരും എന്ന് ലുസേറോക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നീ പൊക്കോളാനും നഗരം വിട്ടുപോയി മകനൊപ്പം എവിടെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോ എന്നും പറഞ്ഞ് ലുസേറോ മാക്സിമോയെ പറഞ്ഞയച്ചു. ആ ക്രിമിനൽ വേൾഡൊക്കെ വിട്ട് സ്വസ്ഥമായൊരു ജീവിതം നയിക്കുവാൻ മാക്സിമോ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലുസേറോ പറഞ്ഞു വിട്ടപ്പോൾ മാക്സിമോ അവിടം വിട്ടു പോരുകയാണ്. കുറച്ചു സമയം പിന്നിട്ടതും ലുസേറോയുടെ അച്ഛൻ ആ ഫാക്ടറിയിലേക്ക് വന്നെത്തുകയാണ്. അവിടെ നടന്ന കൂട്ടക്കൊല കണ്ടതും ലുസേറോയുടെ അച്ഛന് വലിയ രോഷം തന്നെ വന്നിരുന്നു. ലുസേറോയുടെ ക്രൂരമായ പ്രവൃത്തിയൊന്നും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതേ ആയിരുന്നില്ല. മുമ്പ് ലുസേറോയെ ലോയൽറ്റിയും ഹോണറുമൊക്കെ പഠിക്കുവാൻ വേണ്ടി അച്ഛൻ ജപ്പാനിലേക്ക് അയച്ചിരുന്നത് പോലുമാണ്. പക്ഷെ അവിടുത്തെ യാക്കുസുകളുടെ കൂടെ പ്രവർത്തിച്ച് അവരുടെ ക്രൂരത മുഴുവൻ പഠിച്ചുകൊണ്ടായിരുന്നു ലുസേറോ തിരികെ എത്തിയത്. അച്ഛന്റെ ആ ചോദ്യം ചെയ്യലൊന്നും ലുസേറോക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നാലെ ലുസേറോ തന്റെ വലങ്കയ്യായ ചുൽമോ എന്ന വ്യക്തിയോട് അച്ഛന്റെ ബോഡി ഗാർഡുകളെ കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞു. ചുൽമോ ബോഡി ഗാർഡുകൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവരെ വകവരുത്തി. വളർത്തുമകൾ മരിയക്കെതിരെയും ചുൽമോയുടെ ആക്രമണം നീണ്ടെങ്കിലും മരിയ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അവിടെ നിന്ന് ഏവരും പോയി കഴിഞ്ഞു എന്നുറപ്പുവരുത്തിയതും ലുസേറോ തന്റെ തോക്കെടുത്തു. അച്ഛനെ കൊല്ലാൻ തയ്യാറായി. തന്റെ അച്ഛനെ കൊന്ന് ലീഡർ സ്ഥാനം നേടിയെടുക്കാനായിരുന്നു ലുസേറോ ചിന്തിച്ചിരുന്നത്. അച്ഛനെ കൊല്ലുന്നതിനു മുമ്പ് അച്ഛന്റെ സ്വന്തം ബയോളജിക്കൽ മകനായിട്ടും തന്നെ സ്നേഹിക്കുന്നതിലും അധികം അച്ഛൻ മരിയയെയും മാക്സിമോയെയും സ്നേഹിച്ചു. അതാണ് അച്ഛനോട് തനിക്കിത്ര വെറുപ്പുള്ളത് എന്നും ലുസേറോ പറഞ്ഞു. പിന്നാലെ നെഞ്ചിൽ വെടിവെക്കണോ തലയിൽ വെടിവെക്കണോ എന്ന് ലുസേറോ അച്ഛനോട് ചോദിച്ചു. തലയിൽ തന്നെ വെടിവെച്ചേക്കാനായിരുന്നു അച്ഛൻ പറഞ്ഞത്. അധികം വൈകിയില്ല. ലുസേറോയുടെ തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ട അവന്റെ അച്ഛന്റെ ജീവൻ എടുത്തു. അപ്പോഴേക്കും ചുൽമോ അങ്ങോട്ടേക്ക് തിരികെ എത്തിയിരുന്നു. മരിയ രക്ഷപ്പെട്ടു പോയ കാര്യം ചുൽമോ ലുസേറോയോട് പറഞ്ഞു. മറുവശത്ത് മാക്സിമോ ആകട്ടെ അതേസമയം തന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. വീട്ടിലെത്തി മകൻ ആന്റിയെ കെട്ടിപ്പിടിച്ച മാക്സിമോ പിന്നാലെ വീടിന്റെ താക്കോൽ നാനിക്ക് കൈമാറി. തങ്ങൾ പോകുമെന്നും നാനിയോട് മാക്സിമോ എടുത്തു പറഞ്ഞു. പുറത്തേക്ക് വന്ന നാനിയാകട്ടെ പണം വാങ്ങിയ ശേഷം അതേ താക്കോൽ മറ്റാർക്കോ കൈമാറിയിരുന്നു. കുറച്ച് സമയം പിന്നിട്ടു. പോകുന്നതിനു മുമ്പ് മാക്സിമോയുടെ മകൻ ആൻഡർ തന്റെ ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ആരോ കടന്നു കയറുന്ന പോലെ ആൻഡറിന് തോന്നി.
മാക്സിമോയും അത് മനസ്സിലാക്കിയിരുന്നു. ആൻഡ്രോട് പോയി ഒളിക്കുവാൻ മാക്സിമോ പറഞ്ഞു. അങ്ങോട്ടേക്ക് കടന്നെത്തിയത് ഒരു സംഘം ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. മാക്സിമോയും ഗ്യാങ്സ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നെങ്കിലും ഫിനിറ്റോ എന്നു പേരുള്ള ഒരു ഗ്യാങ്സ്റ്റർ മാക്സിമോയെ പിന്നിൽ നിന്ന് വെടിവെച്ച് വീഴ്ത്തി. പിന്നാലെ ആൻഡറിന് നേരെ വെടിയുതിർത്ത് മാക്സിമോയുടെ മുമ്പിൽ വെച്ച് തന്നെ ആൻഡറെ അയാൾ കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ നടന്ന സംഭവങ്ങൾ ലുസേറോയ്ക്ക് ഫിനിറ്റോ റിപ്പോർട്ട് ചെയ്തു. ലുസേറോ ആയിരുന്നു മാക്സിമോയെയും മകനെയും കൊലപ്പെടുത്താൻ ഫിനിറ്റോയെ ഏർപ്പാടാക്കിയത്. മാക്സിമോയുടെ വീട് ഒരു സ്ഫോടനത്തിന് ഇരയാക്കിക്കൊണ്ടായിരുന്നു ഫിനിറ്റോ അവിടെ നിന്ന് പോന്നത്. പിന്നീട് 2 കൊല്ലത്തിനു ശേഷം നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന ലിയോ എന്ന പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. ലിയോ അന്ന് സ്കൂളിലേക്കെത്തി ഡാനിയേൽ എന്ന പേരുള്ള തന്റെ ഗേൾഫ്രണ്ടിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. ലിയോ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. പണം സമ്പാദിക്കാനും ഉപജീവനത്തിനും ഒക്കെയായി ആ പ്രദേശത്തവൻ മയക്കുമരുന്ന് വിതരണം നടത്തിയിരുന്നു. അന്നൊരു ദിവസം ഒക്കെ കഴിഞ്ഞ് ലിയോയും ഡാനിയേലയും പഴയൊരു ഗ്യാരേജിന് സമീപത്തൂടെ പോകുമ്പോൾ അതിനുള്ളിൽ നിന്ന് വലിയ ശബ്ദം കേട്ടു. വളരെ ഉച്ചത്തിൽ പാട്ടുവെച്ചിട്ടുണ്ട്. എന്താണെന്ന് അവർ എത്തി നോക്കി. അതിനുള്ളിൽ താടി വളർത്തിയിട്ടുള്ള അല്പം പ്രായമുള്ള ഒരു വ്യക്തി മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈകാതെ അത് മാക്സിമോ ആണ് എന്ന കാര്യം വ്യക്തമാകുന്നു. മാക്സിമോ കൊല്ലപ്പെട്ടിരുന്നില്ല. അന്നത്തെ സംഭവത്തെ മാക്സിമോ അതിജീവിച്ചിരുന്നു. അന്ന് വീട്ടിലേക്കെത്തിയ ലിയോ തന്റെ മയക്കുമരുന്ന് വിതരണത്തിൽ നിന്ന് സമ്പാദിച്ച പണം അമ്മയ്ക്ക് കൈമാറി. തന്റെ സഹോദരനായി അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. അത് അവനും കൊടുത്തു. പാർട്ട് ടൈം ജോലിയുടെ വരുമാനമാണ് എന്ന് പറഞ്ഞെങ്കിലും അവൻ ചെയ്യുന്ന ജോലി എന്തെന്ന് അവർക്കാർക്കും അറിയുകയുമില്ലായിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞ് ലിയോക്ക് ജെറോ എന്ന് പേരുള്ള അവന്റെ സപ്ലയറുടെ അടുത്ത് നിന്ന് ഫോൺ കോൾ എത്തി. അവിടെ ഒരു റഷ്യൻസിന്റെ ടെറിട്ടറി ഉണ്ട്. ആ ഭാഗത്ത് മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത്. റഷ്യൻസ് പ്രശ്നക്കാരായതുകൊണ്ട് തന്നെ ആക്രമിക്കും എന്നൊക്കെ ലിയോ പറഞ്ഞെങ്കിലും ജെറോ അതിൽ ഉറച്ചു നിന്നു. അതോടെ ലിയോക്ക് മയക്കുമരുന്നുമായി ആ പ്രദേശത്തേക്ക് പോവേണ്ടി വരികയാണ്. അവിടെ എത്തിയ ലിയോ അവിടെ കുറച്ച് കച്ചവടം നടത്തി. പക്ഷേ റഷ്യൻ സംഘം അവനെ പിടികൂടിയിരുന്നു. അവരുടെ ഏരിയയിൽ കടന്ന് മയക്കുമരുന്ന് വിതരണം നടത്തിയതിന് അവർ ലിയോയെ കണക്കിന് മർദ്ദിച്ചു. ഇനി അങ്ങോട്ടേക്ക് വന്ന് വിതരണം നടത്തിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ സമയമായിരുന്നു മാക്സിമോ അതുവഴി വന്നത്. ഒരു കുട്ടിയെ അത്രയും പേർ ചേർന്ന് തല്ലുന്ന കണ്ടതും മാക്സിമോ അതിൽ ഇടപെട്ടു. ലിയോയെ മാക്സിമോ രക്ഷപ്പെടുത്തി. അന്ന് മാക്സിമോയുടെ പിന്നാലെ മാക്സിമോയുടെ ഓൾഡ് ഗാരേജിലേക്ക് ലിയോയും ചെന്നിരുന്നു. പരിക്കേറ്റിരുന്ന ലിയോക്ക് മാക്സിമോ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്തു. ആ സമയം ലിയോക്ക് ഗിത്താർ വായിക്കാൻ അറിയാമോ എന്ന് മാക്സിമോ ചോദിച്ചു. അറിയാമെന്നായിരുന്നു ലിയോയുടെ മറുപടി. അത് തന്റെ മരണപ്പെട്ടു പോയ മകൻ ആൻഡറിന്റെ ഗിത്താർ ആണെന്നും എനിക്കത് വായിക്കാൻ അറിയില്ല എന്നും മാക്സിമോ പറഞ്ഞു. ആൻഡറെ പറ്റി സംസാരിക്കുന്ന സമയം 2 കൊല്ലം മുമ്പ് നടന്ന ദുരന്തപൂർണമായ ആ സംഭവം മാക്സിമോയുടെ ഓർമ്മകളിലേക്ക് വന്നു. അന്ന് കൺമുമ്പിൽ വെച്ച് മാക്സിമോയുടെ മകൻ കൊല്ലപ്പെട്ടിരുന്നു. ലുസേറോക്കെതിരെ പ്രതികാരം ചെയ്യും എന്ന് മാക്സിമോ തീരുമാനിച്ചതുമാണ്. പക്ഷേ അപ്പോഴേക്കും ലുസേറോ ഒരുപാട് വളർന്നു പോയിരുന്നു. നിലവിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മാക്സിമോ. മാക്സിമോയുടെ അർദ്ധ സഹോദരി മരിയയും മാക്സിമോയുടെ കൂട്ടത്തിലുണ്ട്. മാക്സിമോയും ലിയോയും തമ്മിലുള്ള സൗഹൃദം അവിടെ ആരംഭിക്കുകയായിരുന്നു. അടുത്ത ദിവസം ലിയോ വീണ്ടും മാക്സിമോയെ കാണാനെത്തി. മാക്സിമോക്ക് ഗിത്താർ വായിച്ച് കേൾപ്പിച്ചു. തന്നെ മാർഷൽ ആർട്സ് പഠിപ്പിച്ചാൽ മാക്സിമോയെ ഗിത്താർ വായിക്കാൻ പഠിപ്പിക്കാം എന്ന് ലിയോ മാക്സിമോയോട് പറഞ്ഞു. മാക്സിമോയും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ലിയോയുടെ പരിശീലനം ആരംഭിച്ചു. അന്ന് പോകുന്നതിന് മുമ്പ് ലിയോ ഒരു പേപ്പർ എടുത്ത് തന്റെ ഫോൺ നമ്പർ എഴുതി മാക്സിമോക്ക് കൊടുത്തു. എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചോളൂ എന്നും പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പിന്റെ പുതിയൊരു ടോസ് രീതിയും പോകുന്നതിന് മുമ്പ് ലിയോ മാക്സിമോയെ പഠിപ്പിച്ചു. ലിയോ അത് തന്റെ കൂടെ ചെയ്തപ്പോൾ മാക്സിമോ ഓർത്തത് അതേ രീതിയിൽ തന്നോട് പെരുമാറുമായിരുന്ന തന്റെ മകനെയാണ്. മാക്സിമോ ലിയോയെ സ്വന്തം മകനെ പോലെ കാണാൻ ആരംഭിച്ചു. ഇതേ സമയം ലുസേറോ ആകട്ടെ തന്റെ ബിസിനസ് പാർട്ട്നേഴ്സുമായി പ്രധാനപ്പെട്ട ഒരിടത്തിരുന്ന് ചൂത് കളിക്കുകയായിരുന്നു. നിലവിൽ ഏറ്റവും വലിയ ക്രൈം ലോഡായി ഓർഗനൈസേഷൻ തലവനായിട്ടുള്ളത് റഷ്യൻ മാഫിയ ബോസായ ഡിമിത്രി എന്ന വ്യക്തിയാണ്. ഡിമിത്രിയിൽ നിന്നും ആ ലീഡർഷിപ്പ് സ്വന്തമാക്കണം എന്ന് ലുസേറോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഫയെ വിളിച്ച് താൻ ബാഴ്സലോണയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്ന് ലുസേറോ അറിയിച്ചു. അടുത്ത ദിവസം പതിവ് പോലെ ലിയോ സ്കൂളിലായിരുന്നു. അപ്പോഴാണ് സപ്ലയർ ജെറോയുടെ കോൾ വരുന്നത്. വീണ്ടും റഷ്യൻ മാഫിയയുടെ അടുത്തേക്ക് പോവാനും അവരുടെ അടുത്ത് മയക്കുമരുന്ന് വിതരണം നടത്താനുമായിരുന്നു ജെറോ പറഞ്ഞത്. കഴിഞ്ഞ തവണ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അത് പറ്റില്ലെന്ന് പറഞ്ഞ് ലിയോ ഫോൺ കട്ട് ചെയ്തു. തന്റെ കോൾ ലിയോ അങ്ങനെ കട്ട് ചെയ്തത് ജെറോക്ക് വലിയ രോഷമുണ്ടാക്കിയിരുന്നു. ജെറോയുമായി പ്രശ്നം വേണ്ടല്ലോ എന്ന് ചിന്തിച്ച ലിയോ എന്തു തന്നെയാണെങ്കിലും റഷ്യക്കാരുടെ അടുത്ത് മയക്കുമരുന്ന് വിൽക്കുവാൻ പോയി. അതേസമയം അങ്ങോട്ടേക്ക് ജെറോയും സംഘവും കൂടി വന്നിരുന്നു. ജെറോയെ കണ്ടതും അല്പം ഭയം തോന്നിയ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ നോക്കുകയാണ്. പക്ഷേ ജെറോയും ആളുകളും അവനെ വളഞ്ഞു പിടിച്ചു. അവരവനെ ശക്തി
ശക്തമായി മർദ്ദിച്ചു. സംഭവം എന്തെന്നാൽ മയക്കുമരുന്ന് വിതരണത്തിൽ നിന്നുള്ള കുറച്ചു പണം ലിയോ മോഷ്ടിച്ചിരുന്നു. ജെറോ അത് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ പേരിലായിരുന്നു അവരവനെ ക്രൂരമായി മർദ്ദിച്ചത്. അടുത്ത ദിവസം പകലിൽ മാക്സിമോയുടെ ഗാരേജിലേക്ക് ലിയോയെ തിരഞ്ഞ് ഡാനിയേലെ എത്തി. ലിയോയെ കണ്ടില്ല എന്ന കാര്യവും പറഞ്ഞു. മാക്സിമോയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജെറോ മയക്കുമരുന്ന് വിതരണത്തിന്റെ കുറച്ചു പണം മോഷ്ടിച്ചിരുന്നെന്നും ജെറോ ചിലപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുമെന്നും അവനെ തല്ലിയിരിക്കാൻ സാധ്യതയുണ്ട്, അവൻ അപകടത്തിലായിരിക്കും എന്നും ഡാനിയേല മാക്സിമോയോട് പറഞ്ഞു. അത് കേട്ടതും മാക്സിമോ ലിയോക്ക് അവൻ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കുകയാണ്. ലിയോ തിരികെ ചർച്ചിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് മാക്സിമോയെ അറിയിച്ചു. ചർച്ചിൽ വെച്ച് ഇരുവരും കണ്ടുമുട്ടി. നടന്ന കാര്യങ്ങൾ അത്രയും ലിയോ മാക്സിമോയോട് വിശദീകരിച്ചു. ലിയോയെ സഹായിക്കണം എന്ന് മാക്സിമോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അർദ്ധ സഹോദരി മരിയയെ വിളിച്ച് ലിയോയെ സഹായിക്കാൻ മാക്സിമോ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് മരിയ വരാൻ പോകുന്ന ഓർഗനൈസേഷൻ ഇലക്ഷനെ പറ്റിയും ആ ഇലക്ഷന്റെ സമയത്ത് ലുസേറോയെ കൊലപ്പെടുത്താനുള്ള തങ്ങളുടെ പദ്ധതിയെ പറ്റിയും മാക്സിമോയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അന്ന് രാത്രിയിൽ ഒരു സംഭവമുണ്ടായി. ജെറോയും ജെറോയുടെ ആളുകളും കൂടി റഷ്യൻസ് നടത്തുന്ന ഒരു ക്ലബിലേക്ക് പോയി. ജെറോയെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് മാക്സിമോയും എത്തിച്ചേർന്നിരുന്നു. ലിയോയോട് ജെറോ ചെയ്തതിന് ജെറോയെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു മാക്സിമോയുടെ ആ വരവ്. ജെറോയെ കണക്കിന് മർദ്ദിച്ച് മാക്സിമോ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്തു. അത് കണ്ട് ജെറോയുടെ രണ്ടാളുകൾ ജെറോയെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നു. കൂട്ടത്തിലൊരാൾ മാക്സിമോയെ തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ ഭയന്ന് അയാൾ അവിടെ നിന്ന് ഓടിപ്പോയി. ബാക്കിയുള്ള ജെറോയുടെ ആളുകളെ മാക്സിമോ അടിച്ചിട്ടു. ജെറോ ലിയോയോട് ചെയ്ത പോലെ മാക്സിമോ ജെറോയുടെ കൈ തകർത്തു. അവിടെ നിന്നും മാക്സിമോ നേരെ പോയത് മരിയയുടെ വീട്ടിലേക്കായിരുന്നു. ലിയോ അവിടാണുള്ളത്. ലിയോ ഓക്കെ ആയോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല മരിയയെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകണം. അന്നും പരിശീലനം നടക്കുമ്പോൾ ലുസേറോ ബാഴ്സലോണയിൽ എത്തിയാൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ലുസേറോയെ വകവരുത്തുന്നതിനെ പറ്റി വെറിയോടെ മരിയ പറഞ്ഞു. മറുവശത്ത് ഇതേ സമയം ജെറോ തന്റെ കൂട്ടുകാരൻ ഫിനിറ്റോയെ കാണുകയായിരുന്നു. തല്ലുവാങ്ങിയെത്തിയ ജെറോയെ ഫിനിറ്റോ കളിയാക്കി. ജെറോ പറഞ്ഞു തന്നെ തല്ലിയത് ക്രൈം വേൾഡിൽ ഗ്ലാഡിയേറ്റർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്ന താൻ അറിഞ്ഞത്. അയാൾ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ജെറോയുടെ വിശദീകരണം കേട്ടതും ജെറോയെ തല്ലിയത് മാക്സിമോ ആണ് എന്ന് ഫിനിറ്റോ ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. മാക്സിമോ ജീവനോടെയുണ്ട് എന്ന കാര്യം പുറത്തറിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ട് ഫിനിറ്റോ അവിടെ വെച്ച് തന്നെ ജെറോയെ കൊന്നുകളഞ്ഞു. പിന്നാലെ ലിയോയും മാക്സിമോയും എവിടാണുള്ളത് എന്ന് ജെറോയുടെ ആളുകളിൽ നിന്ന് തന്നെ ചോദിച്ചു മനസ്സിലാക്കി. മറുവശത്ത് മരിയയുടെ വീട്ടിലായിരുന്ന ലിയോക്ക് അപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുവാൻ ലിയോ തീരുമാനിച്ചു. മരിയയും മാക്സിമോയും അത് വേണ്ടെന്നും ജെറോയും സംഘവും അവനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാകും എന്നും വാൺ ചെയ്തു. പക്ഷെ വീട്ടിൽ പോകണം എന്നവൻ ഉറച്ചു നിന്നതോടെ അവർ അതിന് അനുവദിക്കുകയാണ്. ലിയോക്ക് പ്രൊട്ടക്ഷനായി ലിയോയുടെ പിന്നിൽ മാക്സിമോ പോയിരുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തിച്ചേർന്ന ലിയോ മനസ്സ് തകർക്കുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ലിയോയുടെ കുടുംബത്തെ മുഴുവൻ അവിടെ കൊന്നിട്ടിരുന്നു. ഫിനിറ്റോയുടെ ആളുകളുമായിരുന്നു അത്. ലിയോയുടെ വരവും കാത്തുകൊണ്ട് അവരവിടെ നിൽക്കുന്നുമുണ്ടായിരുന്നു. ലിയോയെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ അവർ മുതിർന്ന സമയത്ത് മാക്സിമോ അങ്ങോട്ടേക്ക് കയറി വന്നു. ഫിനിറ്റോക്കും ആളുകൾക്കുമെതിരെ ഫൈറ്റ് ചെയ്തു. ദേഷ്യത്തിൽ തോക്ക് കയ്യിൽ കിട്ടിയ ലിയോ ഫിനിറ്റോക്കെതിരെ വെടിയുതിർത്തെങ്കിലും ഫിനിറ്റോ രക്ഷപ്പെട്ടുപോയി. ആകെ തകർന്നുപോയ ലിയോയെ മാക്സിമോ സമാധാനിപ്പിച്ച് മരിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോരാട്ടത്തിൽ ലിയോക്ക് പരിക്കേറ്റിരുന്നു. മരിയ ലിയോയെ ട്രീറ്റ് ചെയ്തു. ആ സമയം താൻ ജീവനോടെയുണ്ടെന്ന കാര്യം ഫിനിറ്റോക്കിപ്പോൾ അറിയാമെന്ന് മാക്സിമോ മരിയയോട് പറഞ്ഞു. ആ വിവരം ഫിനിറ്റോ അറിഞ്ഞതുകൊണ്ട് ലുസേറോക്കെതിരെയുള്ള തങ്ങളുടെ നീക്കങ്ങളിൽ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞ മരിയ മാക്സിമോയോട് ദേഷ്യപ്പെട്ടു. അടുത്ത ദിവസം മാക്സിമോ തന്റെ ഗരേജിലുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരിയ ലിയോയെ കണക്ട് ചെയ്തു. ഫിനിറ്റോയും ആളുകളും മാക്സിമോയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് വാൺ ചെയ്തു. വിവരം കിട്ടിയതും മാക്സിമോ അതിന് തയ്യാറെടുത്തു. അങ്ങോട്ടേക്ക് കടന്നെത്തിയ ഫിനിറ്റോയുടെ ആളുകളെ ആക്രമിച്ച് മാക്സിമോ അന്ന് വകവരുത്തുകയാണ്.
അധികം വൈകാതെ മരിയ മാക്സിമോക്ക് ഒരാളെ പറ്റിയുള്ള വിവരം കൈമാറി. ലുസേറോയുടെ കള്ളപ്പണം വെളുപ്പിക്കലും മറ്റും കൈകാര്യം ചെയ്യുന്ന ഒരു നൈറ്റ് ക്ലബ്ബ് നടത്തുന്ന അക്വേസ എന്ന് വിളിപ്പേരുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. സെവൻ റെയിൻ എന്നാണ് അയാളുടെ നൈറ്റ് ക്ലബിന്റെ പേര്. മാക്സിമോ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഗാർഡുകൾ മാക്സിമോയെ തടഞ്ഞു. ക്ലബ്ബ് ടൈം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. പക്ഷേ മാക്സിമോ ഗാർഡുകളെ അടിച്ച് നിലംപരിശാക്കി. മരിയക്കടുത്തുനിന്ന് അടുത്ത വിവരവും മാക്സിമോക്ക് എത്തിയിരുന്നു. അവിടെ സൂക്ഷിച്ചിട്ടുള്ള ലുസേറോയുടെ മുഴുവൻ പണവും ഓർഗനൈസേഷൻ ഇലക്ഷന് മുമ്പ് ലുസേറോക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നായിരുന്നു അത്. അകത്തേക്ക് കടന്നു ചെന്ന മാക്സിമോ അക്വേസയെ കൈയോടെ പിടികൂടി. ലുസേറോയുടെ മുഴുവൻ പണവും അടങ്ങിയ വാനും അവിടെ ഉണ്ടായിരുന്നു. അക്വേസയെ കൈകാര്യം ചെയ്ത മാക്സിമോ ലുസേറോക്കായി ഒരു മെസ്സേജും അക്വേസയുടെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചു. ലുസേറോയുടെ മുഴുവൻ പണവും എടുത്തിട്ടായിരുന്നു മാക്സിമോ അവിടം വിട്ടത്. കുറച്ച് സമയം കഴിഞ്ഞ് സെവൻ റെയിനിലേക്ക് പണമെടുക്കാൻ റാഫ എത്തിച്ചേർന്നു. അവിടെ കണ്ട കാഴ്ച ലുസേറോയുടെ കയ്യാളായ റാഫയെ ഞെട്ടിക്കുന്നതായിരുന്നു. മാക്സിമോ ലുസേറോക്ക് വിട്ടിട്ട് പോയ മെസ്സേജും ചെറിയ ഫോണും റാഫ നോക്കിക്കണ്ടു. അക്വേസ കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു. മറുവശത്ത് മാക്സിമോ ആകട്ടെ മരിയയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. അക്വേസയുടെ ആളുകളോട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ മാക്സിമോക്ക് വെടിയേറ്റിരുന്നു. ബുള്ളറ്റ് പുറത്തെടുക്കാൻ മരിയ തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. നിലവിൽ എന്നെ മയക്കിക്കെടുത്തി ബുള്ളറ്റ് എടുത്താൽ ലുസേറോ ഏതു നിമിഷവും എത്താമെന്നും അത് അപകടമാണ് എന്നും മാക്സിമോ പറഞ്ഞെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് മാക്സിമോയെ സമാധാനിപ്പിച്ച് അവനെ മയക്കിക്കെടുത്തി മരിയ ബുള്ളറ്റ് എടുക്കാൻ ആരംഭിച്ചു. ഇതേ സമയം മറുവശത്ത് ലുസേറോ ബാഴ്സലോണയിലേക്ക് വന്നിറങ്ങുകയായിരുന്നു. റഫയെ മീറ്റ് ചെയ്ത ലുസേറോ തന്നെ അക്വേസയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അക്വേസയുടെ അടുത്തെത്തി നടന്ന കാര്യങ്ങളെപ്പറ്റി ലുസേറോ അക്വേസയെ ചോദ്യം ചെയ്തു. കൂടുതൽ വിവരങ്ങൾ അക്വേസയ്ക്കും അറിവുണ്ടായിരുന്നില്ല. ലുസേറോ ചോദിച്ച ഒക്കത്തിനും അക്വേസയിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നതോടെ ദേഷ്യത്തിൽ ലുസേറോ അക്വേസയെ കൊലപ്പെടുത്തി. സമയം കുറെ പിന്നിട്ടിരുന്നു. മരിയ അക്വേസയുടെ സ്ഥലവും മറ്റു വിവരങ്ങളുമൊക്കെ ട്രാക്കിംഗ് ഡിവൈസ് മുഖേന പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഫിനിറ്റോയും അവിടുണ്ടായേക്കാം എന്നൊരു സൂചനയും അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം അവിടുണ്ടായിരുന്ന ലിയോ നോക്കിക്കണ്ടിരുന്നു. രാത്രി വൈകി മരിയ ഒന്ന് മയങ്ങിപ്പോയപ്പോൾ അവിടുണ്ടായിരുന്ന തോക്കുമെടുത്ത് ഫിനിറ്റോക്കും മറ്റുമെതിരെ പ്രതികാരം ചെയ്യാൻ ലിയോ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. ലൊക്കേഷനിലേക്ക് എത്തിയവൻ അക്വേസയുടെ മൃതദേഹം കൊണ്ടുതള്ളാൻ പോയിരുന്ന രണ്ടുപേരെ കണ്ട് അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് ഫിനിറ്റോ എത്തുകയാണ്. ലിയോയെ കടന്നാക്രമിച്ച ഫിനിറ്റോ അവനെ അടിച്ച് താഴെ വീഴ്ത്തി. പിന്നാലെ അങ്ങോട്ടേക്ക് ലുസേറോയുടെ വലങ്കയ്യായ ചുൽമേയും വന്നെത്തിയിരുന്നു. ലിയോ ആ സമയം മാക്സിമോ പ്രതികാരത്തിന് അങ്ങോട്ടേക്ക് എത്തുമെന്നും അവരെ കൊലപ്പെടുത്തും എന്നുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് ചുൽമെ അതിശയിച്ചു. മാക്സിമോ മരിച്ചെന്നായിരുന്നു അതുവരേക്കും ചുൽമെ വിശ്വസിച്ചിരുന്നത്. ഫിനിറ്റോ ലിയയെ കൊലപ്പെടുത്താൻ ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് മരിയ അങ്ങോട്ടേക്ക് വന്നെത്തുകയാണ്. ഫിനിറ്റോയെ വണ്ടി കൊണ്ട് ഇടിച്ചു മാറ്റിയിട്ട് ഒരു തരത്തിൽ ലിയോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മരിയ കൊണ്ടുപോയി. ലിയോയുമായി നേരെ ആശുപത്രിയിലേക്കായിരുന്നു മരിയ പോയത്. ആശുപത്രിയിലേക്കുള്ള ആ യാത്രയിൽ മാക്സിമോയെ വിളിക്കുവാൻ മരിയ ശ്രമിച്ചു. പക്ഷെ മയക്കത്തിലായിരുന്ന മാക്സിമോ കോള് കേട്ടതേയില്ല. ഫിനിറ്റോയുടെ ഒരു കയ്യാൾ ഹോസ്പിറ്റൽ വരെ മരിയയെ ഫോളോ ചെയ്തിരുന്നു. അവൾ ആശുപത്രിയിലാണുള്ളത് എന്ന റിപ്പോർട്ട് അയാൾ ഫിനിറ്റോക്ക് കൈമാറുകയും ചെയ്തു. മറുവശത്ത് മാക്സിമോ ജീവനോടെയുണ്ട് എന്ന വിവരം ലുസേറോ അറിയുകയാണ്. ലുസേറോ വല്ലാതെ ക്ഷുഭിതനായിരുന്നു. ഫിനിറ്റോയെ വിളിച്ച് എത്രയും വേഗം കാര്യങ്ങൾ തീരുമാനമാക്കണം, മാക്സിമോയെ വകവരുത്തണം എന്ന് ലുസേറോ ഫിനിറ്റോയോട് പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ ചുൽമെ മരിയയുടെ വീട് കണ്ടെത്തി അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അവിടെത്തിയ ചുൽമയെ എതിരേറ്റത് മയക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന മാക്സിമോ ആയിരുന്നു. അവിടെ വെച്ച് ചുൽമോയും മാക്സിമോയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ അരങ്ങേറി. ഫൈറ്റിനൊടുവിൽ മാക്സിമോ ചുൽമോയെ വകവരുത്തുകയാണ്. പിന്നാലെ ലുസേറോ എത്തിയിട്ടുണ്ട് എന്ന വിവരവും ലുസേറോയുടെ ഇടവും മനസ്സിലാക്കി പ്രതികാരം തീർക്കുവാൻ ലുസേറോയുടെ ഇടത്തേക്ക് പുറപ്പെട്ടു. മാക്സിമോ അങ്ങോട്ടേക്ക് എത്തുമെന്ന വിവരം അതിനോടകം റഫ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. മാക്സിമോയെ എതിരിടാൻ കുറേയധികം ഗ്യാങ്സ്റ്റേഴ്സിനെ റഫ തയ്യാറാക്കി നിർത്തി. ലുസേറോയുടെ ഇടത്തേക്കെത്തിയ മാക്സിമോ തന്നെ കാത്തുനിന്നിരുന്ന ഗ്യാങ്സ്റ്റേഴ്സിനെ ഓരോരുത്തരെയായി വകവരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ഗ്യാങ്സ്റ്റേഴ്സുമായി മാക്സിമോക്ക് ഒരു ഷൂട്ടൌട്ട് തന്നെ നടത്തേണ്ടി വന്നു. ഒടുവിൽ അവിടുണ്ടായിരുന്ന റഫ തന്റെ ജീവൻ വെറുതെ വിട്ടാൽ ലുസേറോയുടെ അടുത്തെത്തിക്കാം എന്ന് പറയുകയാണ്. മാക്സിമോ അതിന് സമ്മതിച്ചു. ആ സമയത്തായിരുന്നു മാക്സിമോയുടെ ഒരു ഗ്യാങ്സ്റ്റർ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു അവിടെ ഇടുന്നത്. അത് കണ്ടതും മാക്സിമോ ഒഴിഞ്ഞുമാറി. ആ സ്ഫോടനത്തിൽ റഫ കൊല്ലപ്പെട്ടു. മുന്നോട്ട് നീങ്ങിയ മാക്സിമോ ഒടുവിൽ ലുസേറോയുടെ മുമ്പിലെത്തിച്ചേരുകയാണ്. അവിടെ എത്തിയതും മാക്സിമോയും ലുസേറോയും തമ്മിൽ വലിയ സംസാരവും വാക്കുതർക്കവും അരങ്ങേറുന്നുണ്ട്. തന്റെ സ്വന്തം അച്ഛൻ തന്നേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ വളർത്തുമക്കളെ സ്നേഹിച്ചതുകൊണ്ട് താൻ അയാളെ കൊലപ്പെടുത്തിയത് എന്ന് ലുസേറോ പറഞ്ഞു. മാക്സിമോയെ അതൊക്കെ
വെറുപിടിപ്പിച്ചിരുന്നു. പക്ഷെ മാക്സിമോയ്ക്ക് ഏറ്റവും ഉപരിയായി വേണ്ടത് തന്റെ മകന്റെ മരണത്തിനുള്ള പ്രതികാരമായിരുന്നു. കറ്റാനയെടുത്ത് ലുസേറോയ്ക്കെതിരെ പൊരുതുവാൻ മാക്സിമോ തയ്യാറെടുത്തു. അവർ തമ്മിൽ അവിടെ വെച്ച് ശക്തമായൊരു പോരാട്ടം തന്നെ അരങ്ങേറി. ഒരു ഘട്ടത്തിൽ ലുസേറോ പരാജയപ്പെട്ടു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് താൻ പിടികൂടിയ മരിയയുമായി ഫിനിറ്റോ അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. അതോടെ മാക്സിമോയ്ക്ക് ലുസേറോക്കെതിരെയുള്ള പോരാട്ടം ഒന്ന് മയപ്പെടുത്തേണ്ട വന്നു. ലുസേറോ ആകട്ടെ മാക്സിമോയെ തിരിച്ചാക്രമിച്ചു. അത് കണ്ടതും കിട്ടിയ അവസരത്തിൽ മരിയ ഫിനിറ്റോയെ കടന്നാക്രമിക്കുകയാണ്. പക്ഷേ മരിയ ഫിനിറ്റോയുടെ പിടിയിലകപ്പെട്ടു. ഒടുവിൽ മാക്സിമോ അവശതയിൽ താഴെ വീണ് കിടന്നു. മരിയ ബന്ദിയായി നിന്നു. പെട്ടെന്നുണർന്ന മാക്സിമോ ശക്തമായൊരു പഞ്ചുകൊണ്ട് ഫിനിറ്റോയെ കൊലപ്പെടുത്തി. പിന്നാലെ മാക്സിമോയുടെ ഫൈറ്റ് ലുസേറോക്കെതിരെ തിരിയുകയാണ്. ഇതിനിടയിൽ മരിയ എഴുന്നേറ്റ് മരിയയും ലുസേറോക്കെതിരെ പോരടിക്കാൻ ആരംഭിച്ചു. ഒന്നിച്ച് ലുസേറോക്കെതിരെ പോരാടിയ ഇരുവരും ഒടുവിൽ ഒന്നിച്ചു തന്നെ ലുസേറോയെ കൊലപ്പെടുത്തുകയാണ്. അവരുടെ പ്രതികാര നടപടികളൊക്കെയും പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ പരിക്കുകളിൽ നിന്ന് സുഖപ്പെട്ടു വന്ന ലിയോയെ മരിയയും മാക്സിമോയും വന്ന് പിക്ക് ചെയ്തു. ലുസേറോയുടെ പണം മുഴുവൻ മാക്സിമോയുടെയും മരിയയുടെയും പക്കലുണ്ടായിരുന്നു. പുതിയൊരു ജീവിതം തുടങ്ങുവാൻ അവർ പുറപ്പെടുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.